ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി 1 മൊഡ്യൂൾ 2, അതായത് ഫണ്ടമെൻ്റൽസ് ഓഫ് അനലിറ്റിക്കൽ കെമിസ്ട്രി എന്ന മൊഡ്യൂളിൽ വരുന്ന ഏതാനും ചില ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും. നമുക്ക് ആ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ അരീനിയസ് ആൻഡ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ് വിത്ത് എക്സാമ്പിൾസ്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു, എക്സ്പ്ലെയിൻ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഈ എക്സ്പ്ലെയിൻ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സ് വിത്ത് എക്സാമ്പിൾ. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക, അതിന് എക്സാമ്പിൾ കൊടുക്കുക. ദെൻ എക്സ്പ്ലെയിൻ ദ ടേംസ് ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ്, ദെൻ അസിഡിറ്റി ഓഫ് എ ബേസ്. ദെൻ what is ionic product of water? Give its mathematical statement and value at 25 degree Celsius. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു എന്താണ് അരീനിയസ് കോൺസെപ്റ്റ്സ് ആൻഡ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ് അല്ലേ. തിയറീസ് ഓഫ് ആസിഡ്സ് ആൻഡ് ബേസസിൽ നമ്മൾ 3 കോൺസെപ്റ്റുകൾ പഠിച്ചു. അരീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ്. 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ഫസ്റ്റ് വൺ, അരീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ആസിഡ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗിവ് H+ അയോൺ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഏത് സബ്സ്റ്റൻസ് ആണോ H+ തരുന്നത് അവർക്ക് പറയുന്ന പേരാണെന്ത്, ആസിഡ്. എക്സാമ്പിൾ നോക്കുക, HCl വാട്ടറിൻ്റെ പ്രസൻസിൽ H+ഉം Cl- ആയിട്ട് മാറും. അതുകൊണ്ട് HCl എന്താണ്, ഒരു ആസിഡാണ്. H2SO4 അതേപോലെ തന്നെ എന്താണ്, 2H++ SO4 2-, ഇങ്ങനെയാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് H2SO4 എന്താണ്, ഒരു ആസിഡാണ്. അതുപോലെ തന്നെ HNO3 ഡിസോസിയേറ്റ്സ് ഓൾസോ H+ ആൻഡ് NO3-. സോ HNO3 ആൾസോ ആസിഡ്. ഇനി ബേസ് ഇസ് എ സബ്സ്റ്റൻസ് വിച്ച് ഗിവ് OH- അയോൺ വെൻ ഡിസോൾവ്ഡ് ഇൻ വാട്ടർ. സബ്സ്റ്റൻസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ OH- തരുന്നുണ്ടോ അതൊക്കെ ബേസ്. NaOH, അതുപോലെ തന്നെ KOH, ഇതൊക്കെ എന്ത് തരും, വാട്ടറിൻ്റെ പ്രസൻസിൽ OH- തരുന്നുണ്ട്. അതുകൊണ്ട് അതൊക്കെ ആസിഡാണ്. ഇനി അടുത്ത കോൺസെപ്റ്റാണ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്. എന്താണ് ബ്രോൺസ്റ്റഡ് ലൗറി കോൺസെപ്റ്റ്? ആസിഡ് ഇസ് എ പ്രോട്ടോൺ ഡോണർ അല്ലെ. ആരാണോ പ്രോട്ടോണെ ഡൊണേറ്റ് ചെയ്യുന്നത് അവർക്ക് എന്ത് പറയും, ആസിഡ് എന്ന് പറയും. ബേസ് ഈസ് പ്രോട്ടോൺ ആക്സെപ്റ്റർ. ബേസ് പ്രോട്ടോൺ ആക്സെപ്റ്ററും ആണ്. നമുക്ക് താഴെ എഴുതിയ എക്സാമ്പിൾ നോക്കി. HCl+ H2O റിവേഴ്സിബിൾ, H3O++ Cl- അല്ലേ. HCl എന്തായിട്ട് മാറി, Cl- ആയി. എങ്ങനെ, ഒരു H+നെ വിട്ട് കൊടുത്തുകൊണ്ട്. അതുകൊണ്ട് HCl ഇവിടെ എന്താണ്, ആസിഡാണ്. ഇനി ആ H+നെ ആര് സ്വീകരിച്ചു, H2O സ്വീകരിച്ചു. എന്നിട്ട് H2O എന്തായിട്ട് മാറി, H3O+ ആയി. അതുകൊണ്ട് H2O ഇവിടെ എന്താണ്, ബേസാണ്. ആരാണോ പ്രോട്ടോണിനെ കൊടുക്കുന്നത്, പ്രോട്ടോൺ ഡോണർ ആരാണോ അവർക്ക് ആസിഡ് എന്നും പ്രോട്ടോൺ ആക്സെപ്റ്റേഴ്സിനെ ബേസ് എന്നും പറയും. ഇനി തിരിച്ച് റിവേഴ്സ് റിയാക്ഷൻ നോക്കിയേ. H3O+ Cl- അല്ലേ. റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റിലിട്ട് നോക്കാം. അപ്പോൾ H3O+ Cl- ഗിവ്സ് HCl+ H2O. H3O+ എന്ത് ചെയ്തു, ഒരു H+നെ വിട്ട് കൊടുത്തിട്ട് H2O ആയി അല്ലേ. അതുകൊണ്ട് H3O+ എന്തായിരിക്കും ഇവിടെ, ആസിഡാണ്. ഇനി ഈ H+ ആര് സ്വീകരിച്ചു, Cl- സ്വീകരിച്ചിട്ട് എന്തായി, HCl ആയി. അതുകൊണ്ട് Cl- ഇവിടെ എന്താണ്, ബേസാണ്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിയേ. NH3+ H2O റിവേഴ്സിബിൾ, NH4+ OH-. ഇവിടെ NH3 എന്ത് ചെയ്തു, ഒരു H+നെ സ്വീകരിച്ചിട്ടാണ് NH4+ ആയത് അല്ലേ. അതുകൊണ്ട് NH3 ബേസാണ്. ഈ H+ എവിടെ നിന്നാണ് കിട്ടിയത്, ഈ H2O ആണത് വിട്ടുകൊടുത്തത്. H2O H+നെ വിട്ട് കൊടുത്തിട്ട് എന്തായി മാറി, OH- ആയി. അതുകൊണ്ട് H2O ആസിഡാണ്. ഇനി തിരിച്ചുള്ള റിയാക്ഷൻ നോക്കുക. NH4+ OH- റിവേഴ്സിബിൾ, NH3+ H2O അല്ലേ. NH4+ എന്ത് ചെയ്തു, ഒരു H+നെ വിട്ട് കൊടുത്തിട്ട് NH3 ആയിട്ട് മാറി. അതുകൊണ്ട് NH4+ ആസിഡാണ്. OH- എന്ത് ചെയ്തു, H+നെ സ്വീകരിച്ചിട്ട് H2O ആയി. അതുകൊണ്ട് OH- ബേസാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, ലൂയിസ് കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ അല്ലേ. ലൂയിസ് കോൺസെപ്റ്റ് എന്താണ്, ആസിഡ് ഈസ് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റർ. ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സിനെ ആസിഡ് എന്നും ഇലക്ട്രോൺ പെയർ ഡോണേഴ്സിനെ ബേസ് എന്നും പറയും. അപ്പോൾ ആസിഡ് ഈസ് എ
സബ്സ്റ്റൻസ് വിച്ച് ആക്സെപ്റ്റ് ഇലക്ട്രോൺ പെയർ അല്ലേ, അതായത് ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, ബേസോ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. ഇലക്ട്രോൺ പെയറിന് ആരാണോ വിട്ടുകൊടുക്കുന്നത് അവർക്ക് ബേസ്. ഇനി എക്സാമ്പിളൊക്കെ NH3 പ്ലസ് BF3 ഗിവ്സ് NH3 BF3 അല്ലേ. ഈ NH3 BF3ൻ്റെ ഇടയ്ക്കുള്ള ആ ബോണ്ടാണ് എന്ത്, കോഓർഡിനേറ്റ് ബോണ്ട്. അതായത് NH3യുടെ നൈട്രജനിലുള്ള 2 ഇലക്ട്രോൺ ഉപയോഗിച്ചിട്ട് BF3യുമായിട്ട് ബോണ്ട് ഉണ്ടാക്കുക. ഈ ബോണ്ടാണല്ലോ കോഓർഡിനേറ്റ് ബോണ്ട് എന്നറിയപ്പെടുന്നത് അല്ലേ. അതായത് ഒരാളുടെ ഇലക്ട്രോൺ പെയർ ഉപയോഗിച്ചിട്ട് 2 പേര് ഷെയർ ചെയ്യുക, ഇതാണ് എന്ത്, കോഓർഡിനേറ്റ് ബോണ്ട്. അപ്പോൾ ലൂയിസ് കോൺസെപ്റ്റ് ആസിഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ പെയർ ആക്സെപ്റ്റേഴ്സ്, ബേസ് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ്. അടുത്ത എക്സാമ്പിൾ നോക്കുക. H++OH- ഗിവ്സ് H2O. അതായത് H+ എന്താണ്, ലൂയിസ് ആസിഡാണ്. അതായത് എല്ലാ പോസിറ്റീവ് ചാർജുള്ള അയോണുകളും ലൂയിസ് ആസിഡുകളും, എന്നാൽ എല്ലാ നെഗറ്റീവ് ചാർജുള്ള അയോണുകളും ലൂയിസ് ബേസുകളാണ്. അപ്പോൾ H+ ലൂയിസ് ആസിഡാണ്, OH- ലൂയിസ് ബേസാണ് അല്ലേ. രണ്ടും കൂടി എന്തായിട്ട് മാറാം, വാട്ടറായിട്ട് മാറുന്നത്. ഇനി അതുപോലെ തന്നെ H+ ആസിഡാണ്, NH3 എന്താണ്, ബേസാണ്. ഇനി NH3 ബേസ് ആവാൻ എന്താ കാരണം, NH3യിൽ കണ്ട ഒരു ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺ ഉണ്ട് നൈട്രജൻ്റെ വാലൻസ് ഷെല്ലിൽ 5 ഇലക്ട്രോൺ ഉണ്ട്. അതിൽ 3 ഹൈഡ്രജൻ ആറ്റങ്ങളുമായി ഷെയർ ചെയ്തു, 2 എന്താണ്, ഒരു ഇലക്ട്രോൺ പെയർ ആയിട്ട്, ഒരു ലോൺ പെയർ ആയിട്ട് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇറ്റ് ഈസ് കൺസിഡേർഡ് ആസ് ലൂയിസ് ബേസ്. അതുപോലെ തന്നെ വാട്ടർ മോളിക്യൂളും എന്താണ്, ലൂയിസ് ബേസാണ്. ഇനി അപ്പോൾ H++ NH3 അല്ലേ, ഗിവ്സ് NH4+. ഇതാണ് എന്ത്, ലൂയിസ് ആസിഡ്സ് ആൻഡ് ബേസസിന് എക്സാമ്പിൾ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നത് എക്സ്പ്ലെയിൻ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ വിത്ത് എക്സാമ്പിൾ അല്ലേ. എ പെയർ ഓഫ് ആസിഡ് ആൻഡ് ബേസ് which are formed from one another by loss or gain of a proton is called conjugate acid base pair. A pair of acid and base which are formed from one another. ആസിഡിൽ നിന്നും ബേസ് ഉണ്ടാവും, ബേസിൽ നിന്നും ആസിഡ് ഉണ്ടാവും. എങ്ങനെ, ബൈ ലോസ് ഓർ ഗെയിൻ ഓഫ് എ പ്രോട്ടോൺ. പ്രോട്ടോണിനെ വിട്ടുകൊടുത്തുകൊണ്ടോ പ്രോട്ടോണിനെ സ്വീകരിച്ചു കൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ആസിഡും ബേസും ആയിട്ട് മാറുന്ന ഒരു പെയർ അല്ലേ. ഇതിനാണ് എന്താ പറയുക, കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. എക്സാമ്പിൾ നോക്കുക, HCl ആൻഡ് Cl- ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയറാണ്. നോക്കുക, HCl നിന്നും Cl- ആവും. എങ്ങനെ, ഒരു H+നെ വിട്ടുകൊടുത്തിട്ട്. Cl- HCl ആവും. എങ്ങനെ, ഒരു H+നെ സ്വീകരിച്ചുകൊണ്ട്. അതുകൊണ്ട് HCl ആൻഡ് Cl- ions are conjugate acid base pairs. Another example, NH3 and NH4+ അല്ലേ. NH3 NH4+ ആവും, NH4+ NH3 ആവും, ഒരു പ്രോട്ടോണിനെ വാങ്ങിക്കൊണ്ടും കൊടുത്തുകൊണ്ടും. അപ്പോൾ അതുകൊണ്ട് NH3 and NH4+ ഒരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അനദർ എക്സാമ്പിൾ H2O and OH- അല്ലേ. വേറെ എക്സാമ്പിളാണ് H2O and H3O+. ഇതൊക്കെ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയേഴ്സിന് എക്സാമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നത് എക്സ്പ്ലെയിൻ ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ് ആൻഡ് അസിഡിറ്റി ഓഫ് എ ബേസ്. നമുക്ക് ബേസിസിറ്റി ഓഫ് ആൻ ആസിഡ് ഈസ് ദി നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റം ഇൻ ദ ആസിഡ്. ഒരു ആസിഡിൽ എത്ര റീപ്ലേസബിൾ ഹൈഡ്രജൻ ആറ്റങ്ങളുണ്ടോ അതാണ് അതിൻ്റെ ബേസിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആസിഡിൽ ഒരു H+ ഉള്ളെങ്കിൽ അത്തരം ആസിഡാണ് എന്ത്, മോണോബേസിക് ആസിഡ്. മോണോബേസിക് ആസിഡിന് എക്സാമ്പിളാണ് HCl HNO3 ഓക്കെ. എന്താ കാരണം, അതിലൊക്കെ ഒരു H+ ഉള്ളൂ റീപ്ലേസബിളായിട്ട്. ഇപ്പോൾ HCl എങ്ങനെ പോവാം, H+ ആൻഡ് Cl- അല്ലേ, എങ്ങനെ അയോണായിട്ടാണ് മാറുക. അതുപോലെ തന്നെ HNO3 H+ NO3-. അപ്പോൾ അതിലൊക്കെ എന്തേ ഉള്ളൂ, ഒരു റീപ്ലേസബിൾ H+ ആണുള്ളത്. ഇനി ഡൈബേസിക് ആസിഡ് H2SO4 H2CO3 അല്ലേ. H2SO4 നോക്കാം, എങ്ങനെ ഡിസോസിയേറ്റ് ചെയ്യുക, 2H+ പ്ലസ് SO4 2-. അതുപോലെ തന്നെ H2CO3 2H+ പ്ലസ് CO3 2-. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്, ഡൈബേസിക് ആസിഡാണ്. ഇനി ട്രൈബേസിക് ആസിഡാണ് എന്ത്, H3PO4. ഇനി അസിഡിറ്റി ഓഫ് എ ബേസ്, ഒരു ബേസിൻ്റെ അസിഡിറ്റി എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് റീപ്ലേസബിൾ OH- അയോൺസ് പ്രസൻറ്റ് ഇൻ ദ ബേസ്. ആ ബേസിൽ എത്ര റീപ്ലേസബിൾ OH- ഉണ്ട്. ഇപ്പോൾ NaOH KOH ഇതിലൊക്കെ എന്താ ഉള്ളത്, ഒരു OH- ആണ്
അല്ലേ, Na+OH-. അതുകൊണ്ട് ഇത് മോണോ അസിഡിക് ബേസ് ആണ്. ഇനി ഡൈ അസിഡിക് ബേസ് മോണോ അസിഡിക് ബേസ് ആണ്. ഇനി ഡൈ അസിഡിക് ബേസിന് എക്സാമ്പിളാണ് CaOH2 MgOH2 ഒക്കെ. ട്രൈ അസിഡിക് ബേസിന് എക്സാമ്പിളാണ് FeOH3 AlOH3. കണ്ടോ? അപ്പോൾ ഇതിന് എക്സാമ്പിൾസും ഓർത്ത് വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആയിരുന്നു എന്ത്, അയോണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ അല്ലെങ്കിൽ അയണൈസേഷൻ കോൺസ്റ്റൻറ്റ് ഓഫ് വാട്ടർ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക. അതിൻ്റെ വാല്യൂ മാത്തമാറ്റിക്കൽ വാല്യൂ എഴുതുക. എന്താണ് അയോണിക് പ്രോഡക്റ്റ്? ദ പ്രോഡക്റ്റ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് H+ ആൻഡ് OH- അയോൺസ് ഇൻ വാട്ടർ. വാട്ടറിലുള്ള H+ കോൺസെൻട്രേഷൻ്റെയും OH- കോൺസെൻട്രേഷൻ്റെയും പ്രോഡക്റ്റ്. അതായത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? KW H+ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ. ഈ കോൺസെൻട്രേഷൻ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഈ സ്ക്വയർ ബ്രാക്കറ്റ് കൊടുത്തത്. അപ്പോൾ H+ കോൺസെൻട്രേഷൻ ഇൻറ്റു OH- കോൺസെൻട്രേഷൻ. പ്യുവർ വാട്ടറിൻ്റെ കേസിൽ H+ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു OH- കോൺസെൻട്രേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁷ മോൾസ് പെർ ലിറ്റർ. അതുകൊണ്ട് തന്നെ ദെർഫോർ KW = 10⁻⁷ മോൾസ് പെർ ലിറ്റർ ഇൻറ്റു 10⁻⁷ മോൾസ് പെർ ലിറ്റർ. എന്ത് കിട്ടും? ദറ്റ് ഈസ് ഈക്വൽ ടു 10⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. ഇതാണ് ഇതിൻ്റെ വാല്യൂ. KWൻ്റെ മാത്തമാറ്റിക്കൽ വാല്യൂ ആണ് 10⁻14 മോൾ സ്ക്വയർ പെർ ലിറ്റർ സ്ക്വയർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡിസ്കസ് അബൌട്ട് ബഫർ സൊല്യൂഷൻ ആൻഡ് ദെയർ ക്ലാസിഫിക്കേഷൻ വിത്ത് വൺ എക്സാമ്പിൾ ഫോർ ഈച്ച്. ബഫർ സൊല്യൂഷൻ എന്താ എന്ന് എഴുതുക. അപ്പോൾ തന്നെ അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബഫർ കപ്പാസിറ്റി. അത് 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത് കേട്ടോ, ബഫർ കപ്പാസിറ്റി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ലിസ്റ്റ് 85 ആപ്ലിക്കേഷൻസ് ഓഫ് pH. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. 85 ആപ്ലിക്കേഷൻസ് ഓഫ് pH. Then define pH and pOH scales. What is the relationship between pH and pOH? pH എന്താണ് ഡിഫൈൻ ചെയ്യുക, pOH ഡിഫൈൻ ചെയ്യുക, രണ്ടും തമ്മിൽ റിലേഷൻ എഴുതുക. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഓഫ് എ സൊല്യൂഷൻ. മൊളാരിറ്റി അതുപോലെ തന്നെ നോർമാലിറ്റി ഡിഫൈൻ ചെയ്യുക. നോക്കുക, ബഫർ സൊല്യൂഷൻ. എന്താ ബഫർ സൊല്യൂഷൻ? Buffer solution is a solution which resists the change in pH when small amount of acid or base are added to it. ആസിഡോ ബേസോ ആഡ് ചെയ്താലും സൊല്യൂഷൻ്റെ pH മാറ്റമൊന്നും വരുന്നില്ലെങ്കിൽ അത്തരം സൊല്യൂഷന് പറയുന്ന പേരാണ് എന്ത്? ബഫർ സൊല്യൂഷൻ. 2 ടൈപ്പ് ബഫർ സൊല്യൂഷനാണുള്ളത്. ഒന്ന് അസിഡിക് ബഫർ, മറ്റൊന്ന് ബേസിക് ബഫർ. അസിഡിക് ബഫർ ഇസ് എ മിക്സ്ചർ ഓഫ് weak acid and a salt of this weak acid with a strong base. അസിഡിക് ബഫറിൻ്റെ എക്സാമ്പിളാണ് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം അസറ്റേറ്റ്. അസറ്റിക് ആസിഡിൻ്റെയും സോഡിയം അസറ്റേറ്റിൻ്റെയും മിക്സ്ചർ. അതുപോലെ തന്നെ കാർബോണിക് ആസിഡിൻ്റെയും സോഡിയം കാർബണേറ്റിൻ്റെയും മിക്സ്ചർ. ഇനി ബേസിക് ബഫർ. ബേസിക് ബഫർ ഇസ് എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് എ സാൾട്ട് ഓഫ് ദെയർ ബേസ് വിത്ത് and a salt of this base with strong acid. ഒരു വീക്ക് ബേസ് അതുപോലെ തന്നെ ഈ വീക്ക് ബേസ് സ്ട്രോങ് ആസിഡുമായി റിയാക്ട് ചെയ്ത് കിട്ടുന്ന സാൾട്ട് അല്ലേ, ഇതിൻ്റെ മിക്സ്ചറാണ് എന്ത്? ബേസിക് ബഫർ. എക്സാമ്പിളാണ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ് മിക്സ്ചർ. അതുപോലെ തന്നെ ഗ്ലൈസിൻ ആൻഡ് ഗ്ലൈസിൻ ഹൈഡ്രോക്ലോറൈഡ് ബേസിക് ബഫറിന് എക്സാമ്പിളാണ്. അപ്പോൾ ബഫർ സൊല്യൂഷൻ എന്താണെന്ന് പഠിക്കുക. അസിഡിക് ബഫർ പഠിക്കുക, അതിന് എക്സാമ്പിൾ. ബേസിക് ബഫർ, അതിന് എക്സാമ്പിൾ. ദെൻ നമ്മൾ പറഞ്ഞു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ബഫർ കപ്പാസിറ്റി. ഇല്ല, ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഓർ ബേസ് ആഡഡ് ടു 1 liter ഓഫ് ബഫർ സൊല്യൂഷൻ ഹാസ് ടു ചേഞ്ച് ദ pH ബൈ യൂണിറ്റ്. അല്ലെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് ആസിഡ് ഓർ ബേസ് ആഡഡ് ടു 1 liter ഓഫ് ബഫർ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ pH. ഇതാണ് ബഫർ കപ്പാസിറ്റി. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചതാണ് ആപ്ലിക്കേഷൻസ് ഓഫ് pH. ടു ഫൈൻഡ് ഔട്ട് അസിഡിക്, ബേസിക് ഓർ ന്യൂട്രൽ നേച്ചർ ഓഫ് ദ മീഡിയം. അല്ലേ, ഒരു മീഡിയത്തിൻ്റെ നേച്ചർ അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് pH ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇൻ അഗ്രികൾച്ചർ അല്ലേ, അഗ്രികൾച്ചർ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ
എന്ത് ചെയ്യുക, സോയിലിൻ്റെ pH നോക്കുക. അസിഡിക് ആണെങ്കിൽ ബേസിക്കായിട്ട് ഉള്ള വളം ചേർത്ത് അതിനെന്ത് ചെയ്യുക, ഫെർട്ടിലൈസർ ചേർത്തിട്ട് അതിനെ ന്യൂട്രലാക്കി മാറ്റുക. അതുപോലെ തന്നെ ബേസിക് ആണെങ്കിൽ അസിഡിക് ആയിട്ടുള്ള സിലിക്ക പോലത്തെ റിയേജൻറ്റ് ചേർത്തിട്ട് അതിനെ ന്യൂട്രലാക്കി മാറ്റുക. അതിന് ശേഷം കൃഷി ഇറക്കുക. അതുപോലെ തന്നെ എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ് അല്ലേ, ഫാക്ടറീസിൽ നിന്നൊക്കെ വരുന്ന എഫ്ലുവൻസ് വേസ്റ്റുകൾ എന്ത് ചെയ്യുക, ഡയറക്റ്റ് റിവറിലേക്ക് ഒഴിക്കാതെ ആദ്യം അതിന് എന്ത് ചെയ്യുക, അതിന് ചിലപ്പോൾ അത് അസിഡിക് ആവാം അല്ലെങ്കിൽ ബേസിക് ആവാം. അപ്പോൾ ആദ്യം അതിനെ ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം റിവറിലേക്ക് ഒഴുക്കിവിടുക ആണ് എഫ്ലുവൻറ്റ് ട്രീറ്റ്മെൻറ്റ്. അതുപോലെ തന്നെ ഷുഗർ ഇൻഡസ്ട്രി, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഓഫ് പോർട്ടബിൾ വാട്ടർ അല്ലേ, പോർട്ടബിൾ വാട്ടറിൻ്റെ പ്രൊഡക്ഷൻ ഒക്കെ എന്താണ്, ഈ pH ഈസ് ഇമ്പോർട്ടൻറ്റ്. ദെൻ നമ്മളോട് ചോദിച്ചു ഡിഫൈൻ pH ആൻഡ് pOH സ്കെയിൽ. വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ pH ആൻഡ് pOH അല്ലേ. pH ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻ മോൾസ് പെർ ലിറ്റർ. അല്ലെങ്കിൽ pH is equal to minus log H+. pOH is the negative logarithm of OH minus concentration in moles per liter. In the equation minus log OH minus. ഇനി രണ്ടും തമ്മിലുള്ള റിലേഷൻ എന്താണ്, pH പ്ലസ് pOH is equal to 14. മറന്നു പോകരുത്, പ്രോബ്ലത്തിലൊക്കെ ചോദിക്കുന്നതാണ്. pH പ്ലസ് pOH is equal to 14. ഇതാണ് രണ്ടും തമ്മിലുള്ള റിലേഷൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഡിഫൈൻ മൊളാരിറ്റി ആൻഡ് നോർമാലിറ്റി ഓഫ് എ സൊല്യൂഷൻ. എന്താ മൊളാരിറ്റി? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദ സൊല്യൂഷൻ. ഒരു ലിറ്റർ സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, ഇതാണ് എന്ത്, മൊളാരിറ്റി. ഇക്വേഷൻ എന്താണ്, ക്യാപിറ്റൽ M is equal to W into 1000 by M into V അല്ലേ. M ക്യാപിറ്റൽ M മൊളാരിറ്റി, W മാസ് ഓഫ് സൊല്യൂട്ട്, V വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml, സ്മോൾ m മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി നോർമാലിറ്റി ഈസ് ദ നമ്പർ ഓഫ് ഗ്രാം ഇക്വലൻസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. Normality is the number of gram equivalents of solute dissolved in 1 liter of the solution. Normality N is equal to W into 1000 by E into V. അതിൽ N എന്താണ്, N നോർമാലിറ്റി, W മാസ് ഓഫ് സൊല്യൂട്ട്, V വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ml, E ഇക്വലൻ്റ് മാസ് ഓഫ് സൊല്യൂട്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും വോളിമെട്രിക് അനാലിസിസ് എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാൽ ഗീവ് ദ പ്രിൻസിപ്പിൾ ഓഫ് വോളിമെട്രിക് അനാലിസിസ്. വോളിമെട്രിക് അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ എഴുതാൻ. അതിൽ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചു കാൽക്കുലേറ്റ് ദ നോർമാലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ if 20 ml of which was neutralized by 17 ml of 0.12 normal nitric acid. സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ്റെ നോർമാലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിന് എന്ത് തന്നിട്ടുണ്ട്, എന്താ പറഞ്ഞത്, ഇഫ് 20 ml ഓഫ് വിച്ച്, അതായത് 20 ml സോഡിയം ഹൈഡ്രോക്സൈഡ് which was neutralized by 17 ml of 0.12 normal nitric acid. 17 ml 0.12 നോർമൽ നൈട്രിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യുകയാണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡിൻ്റെ നോർമാലിറ്റി എത്ര? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി എന്താ പ്രിൻസിപ്പിൾ, എന്താണ് വോളിമെട്രിക് അനാലിസിസിൻ്റെ പ്രിൻസിപ്പിൾ? ഈസ് ദാറ്റ് ദ പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോളിയം ഓഫ് സൊല്യൂഷൻ ആഡഡ് ഫ്രം ദ ബ്യൂററ്റ് ഈസ് ഈക്വൽ ടു ദ പ്രോഡക്റ്റ് ഓഫ് നോർമാലിറ്റി ആൻഡ് വോളിയം ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക്. നമുക്കറിയാം, നമ്മൾ വോളിമെട്രിക് അനാലിസിൽ, അതായത് വോളിമെട്രിക് അനാലിസിൽ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്, ടൈട്രേഷൻ അല്ലേ. അപ്പോൾ ഈ ടൈട്രേഷനിൽ ഒരു സൊല്യൂഷൻ എന്ത് ചെയ്യും, ബ്യൂററ്റിലെടുക്കും, മറ്റ് സൊല്യൂഷൻ കോണിക്കൽ ഫ്ലാസ്കിലെടുക്കും. അപ്പോൾ ബ്യൂററ്റിലെടുക്കുന്ന സൊല്യൂഷൻ്റെ വോളിയം ഇൻറ്റു അതിൻ്റെ നോർമാലിറ്റി is equal to the product of normality and volume of the solution taken in the conical flask.
കോണിക്കൽ ഫ്ലാസ്കിൽ എടുക്കുന്ന സൊല്യൂഷൻ്റെ വോളിയം ഇൻറ്റു ആ സൊല്യൂഷൻ്റെ നോർമാലിറ്റി. അതായത് N1V1 = N2V2 എന്നെഴുതാം നമുക്ക്, അല്ലേ? അപ്പോൾ N1 ഈസ് ദ നോർമാലിറ്റി ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദ burette. V1 is the volume of the solution taken in the burette. N2 is the normality of the solution taken in the conical flask. V2 is the volume of the solution taken in the conical flask. ഇനി നമ്മളെ പ്രോബ്ലമിൽ എങ്ങനെ ചെയ്യാൻ നോക്കുക. ഇവിടെ കാൽക്കുലേറ്റ് ദ നോർമാലിറ്റി ഓഫ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്, അല്ലേ? നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എവിടെ എടുക്കുന്നത്? എപ്പോഴും നമ്മൾ ബേസാണ് പിപ്പറ്റ് ചെയ്തിട്ട് കോണിക്കൽ ഫ്ലാസ്കിലേക്ക് എടുക്കുന്നത്, ആസിഡാണ് ബ്യൂററ്റിൽ എടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ അങ്ങനെ തന്നെ എടുക്കാം. ആസിഡ് ഇവിടെ നൈട്രിക് ആസിഡാണ്. നൈട്രിക് ആസിഡിൻ്റെ നോർമാലിറ്റി 0.12 നോർമലാണ്, അതിൻ്റെ വോളിയം 17 ml ആണ്. അപ്പോൾ V1 17 ml കൊടുത്തു, N1 0.12 നോർമൽ കൊടുത്തു, അല്ലേ? V2 അപ്പോൾ എന്താണ്? വോളിയം ഓഫ് ദ സൊല്യൂഷൻ ടേക്കൺ ഇൻ ദ കോണിക്കൽ ഫ്ലാസ്ക്, അതേതാണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. V2 20 ml. നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? N2. അപ്പോൾ N2 കണ്ടുപിടിക്കുക. N1V1 = N2V2. അപ്പോൾ N2 = N1V1/V2, അല്ലേ? 0.12 × 17/20 ദറ്റ് ഈസ് ഈക്വൽ ടു 0.102 നോർമൽ എന്ന ആൻസർ കിട്ടും. ഓക്കെ. ഇനി നെക്സ്റ്റ് അതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഡിഫൈൻ ഇൻഡിക്കേറ്റർ ഇൻ വോളിമെട്രിക് അനാലിസിസ്. എന്താണ് വോളിമെട്രിക് അനാലിസിൽ ഒരു ഇൻഡിക്കേറ്റർ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിഫൈൻ ചെയ്യാം. ഗീവ് ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ടൈട്രേഷൻ. ഈ ഇൻഡിക്കേറ്റേഴ്സ് എന്താണ്? ഗിവ് ദ ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ ദ ഫോളോയിങ് ടൈട്രേഷൻ. താഴെ കൊടുത്ത ടൈട്രേഷനിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നോക്കുക, ഇൻഡിക്കേറ്റർ ഏതൊക്കെയാണ്? എന്താണ് ഇൻഡിക്കേറ്റർ? ഇൻഡിക്കേറ്റേഴ്സ് ആർ വീക്ക് ഓർഗാനിക് ആസിഡ് ഓർ ബേസ് which can change its color with variation in the pH value of the solution to be added. It shows different color in different medium, അല്ലേ? ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? വീക്ക് ഓർഗാനിക് ആസിഡ് ഓർ ബേസ് വിച്ച് ക്യാൻ ചേഞ്ച് ഇറ്റ്സ് കളർ വിത്ത് വേരിയേഷൻ ഇൻ ദ pH മാറുന്നതിനനുസരിച്ച് അതിൻ്റെ കളറിൽ വ്യത്യാസം വരും. ഇത്തരം വീക്ക് ഓർഗാനിക് ആസിഡുകളോ ബേസുകളോ ആണ് ഇൻഡിക്കേറ്ററുകൾ, അല്ലേ? ഇനി ഇറ്റ് ഷോസ് ഡിഫറെൻറ്റ് കളർ ഇൻ ഡിഫറെൻറ്റ് മീഡിയം. അതായത് അസിഡിക് മീഡിയത്തിലൊരു കളറായിരിക്കും, ബേസിക് മീഡിയത്തിൽ വേറൊരു കളറായിരിക്കും. നമുക്കറിയാം, നമ്മൾ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ഉപയോഗിക്കുന്ന 2 ഇൻഡിക്കേറ്ററുകളാണ് ഫിനോഫ്തലീനും മറ്റൊന്ന് മീഥൈൽ ഓറഞ്ചും, അല്ലേ? അപ്പോൾ ഫിനോഫ്തലീന് അസിഡിക് മീഡിയത്തിലൊരു കളറും ബേസിക് മീഡിയത്തിൽ വേറൊരു കളറും കാണിക്കും. അതുപോലെ തന്നെയാണ് മീഥൈൽ ഓറഞ്ചും. ഫിനോഫ്തലീൻ അസിഡിക് മീഡിയത്തിൽ കളർലെസ്, ബേസിക് മീഡിയത്തിൽ പിങ്ക് കളർ. മീഥൈൽ ഓറഞ്ച് അതുപോലെ തന്നെ എന്താണ്? മീഥൈൽ ഓറഞ്ച് അസിഡിക് മീഡിയത്തിൽ ഓറഞ്ച് റെഡും ബേസിക് മീഡിയത്തിൽ ഗോൾഡൻ യെല്ലോ കളറുമാണുള്ളത്. ഇനി നോക്കുക, താഴെ കൊടുത്ത ടൈട്രേഷൻ ഏതൊക്കെയാണ്? ഒന്നാമത്തത് അസറ്റിക് ആസിഡ് ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്, അല്ലേ? അസറ്റിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്, എന്നാൽ സോഡിയം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസാണ്. അപ്പോൾ വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനാണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ നമ്മൾ ഏത് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കണം? ഫിനോഫ്തലീൻ ആസ് ഇൻഡിക്കേറ്റർ. എന്താ കാരണം? ഈ ടൈട്രേഷൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 6.5 to 10 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇടക്ക് ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്ററാണ് ഉപയോഗിക്കേണ്ടത്. ഈ റേഞ്ചിൽ ഏതേ വരുള്ളൂ? ഫിനോഫ്തലീനാണ്. ഫിനോഫ്തലീൻ്റെ pH റേഞ്ച് എന്ന് പറയുന്നത് 8.3 to 10 ആണ്. അപ്പോൾ അത് ഈ റേഞ്ചിൽ വരുന്നതാണ്, അല്ലേ? ഇനി രണ്ടാമത്തെ നോക്കുക, ഹൈഡ്രോക്ലോറിക് ആസിഡ് വേഴ്സ് സോഡിയം കാർബണേറ്റ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സ്ട്രോങ് ആസിഡാണ്, സോഡിയം കാർബണേറ്റ് വീക്ക് ബേസാണ്. ഒരു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷന് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്ററാണിത് മീഥൈൽ ഓറഞ്ച്. കാരണം എന്താ? മീഥൈൽ ഓറഞ്ച് അതായത് ഈ ടൈട്രേഷൻ, അതായത് സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷൻ്റെ pH റേഞ്ച് വേരി ചെയ്യുന്നത് ഏതാണ്? 3.5 to 7.5 എന്ന റേഞ്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഏതാണ്? ഈ റേഞ്ചിൽ വരുന്ന ഇൻഡിക്കേറ്റർ ഏതാ? മീഥൈൽ ഓറഞ്ചാണ്. മീഥൈൽ ഓറഞ്ചിൻ്റെ
പി എച്ച് റേഞ്ച് എന്ന് പറയുന്നത് 3.1 to 4.5 അപ്പോൾ ഈ റേഞ്ചിലാണത് വരുന്നത്. അതുകൊണ്ട് മീഥൈൽ ഓറഞ്ചാണ് ഉപയോഗിക്കുക. ഇനി മൂന്നാമത്തെ നൈട്രിക് ആസിഡ് വേഴ്സ് പൊട്ടാസ്യം കാർബണേറ്റ്. ഇതേതാ നൈട്രിക് ആസിഡ് ഒരു സ്ട്രോങ് ആസിഡാണ്, പൊട്ടാസ്യം കാർബണേറ്റ് വീക്ക് ബേസാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രോങ് ആസിഡ് വീക്ക് ബേസ് ടൈട്രേഷനിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഏതാ മീഥൈൽ ഓറഞ്ച് അല്ലേ. ഇനി നാലാമത്തത് ഓക്സാലിക് ആസിഡ് വേഴ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്സാലിക് ആസിഡ് വീക്ക് ആസിഡാണ്, പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് സ്ട്രോങ് ബേസാണ്. വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷനിൽ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ ഫിനോഫ്തലീനാണ്. അപ്പോൾ ഇത് ഓർത്ത് വെക്കുക. ഇതെല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചാൽ ഈ 4 ക്വസ്റ്റ്യൻ ഇതിൽ രണ്ടെണ്ണം ഫസ്റ്റത്തെ എ ബി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും സി ഡി മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇനി ഒരു ടൈട്രേഷനും കൂടി ഓർത്ത് വെക്കണം, സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ അല്ലെ. എക്സാമ്പിൾ ഹൈഡ്രോക്ലോറിക് ആസിഡ് വേഴ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ HNO3 വേഴ്സ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പോൾ സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസ് ടൈട്രേഷൻ ആണെങ്കിൽ 2 ഇൻഡിക്കേറ്ററും ഉപയോഗിക്കാം. ഏതൊക്കെ ഫിനോഫ്തലീൻ ആവാം മീഥൈൽ ഓറഞ്ച് അവ രണ്ടാണെങ്കിലും ഷാർപ്പ് എൻ പോയിൻ്റ് ആയിരിക്കും കിട്ടുക. അതും കൂടി ഇതിന് കൂട്ടത്തിലൊന്ന് ഓർത്ത് വെക്കുക കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ നിന്നും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഇതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ HCl. നമുക്കറിയാം pH ഈസ് ദ നെഗറ്റീവ് ലോഗരിതം ഓഫ് H+ അയോൺ കോൺസെൻട്രേഷൻ അല്ലേ. ഇവിടെ H+ കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു 0.01 മോളാർ അല്ലെങ്കിൽ 0.01 മോൾസ് പെർ ലിറ്റർ. ദറ്റ് ഈസ് ഈക്വൽ ടു ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, 0.01 എന്നുള്ളതിന് 10⁻² എന്നെഴുതാം അല്ലേ. 10⁻² മോൾസ് പെർ ലിറ്റർ. ഇനി pH is equal to minus log 10⁻². മൈനസ് log 10⁻², അതായത് log A⁻B is equal to B log A. അങ്ങനെയാണെങ്കിൽ ആ മൈനസിനോടെ പുറത്ത് എഴുതി ഇതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തു -2 log 10 -2. അപ്പോൾ -2 ഇൻറ്റു log 10ൻ്റെ വാല്യൂ 1, ദാറ്റ് ഈസ് ഈക്വൽ ടു -2 2. ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യനും അതേ ക്വസ്റ്റ്യൻ പേപ്പറത്തെ ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.05 മോളാർ H2SO4. ഇവിടെ H2SO4 നമുക്കറിയാം ഡൈബേസിക് ആസിഡാണ് അല്ലേ. അപ്പോൾ H2SO4 gives 2H++ SO4 2-. H+ കോൺസെൻട്രേഷനാണ് 0.05 മോളാർ. അങ്ങനെയാണെങ്കിൽ 2H+ എത്ര വരിക, 2 × 0.05 ദറ്റ് ഈസ് ഈക്വൽ ടു 0.1 മോളാർ. ദറ്റ് ഈസ് ഈക്വൽ ടു 10⁻⁻1 മോൾസ് പെർ ലിറ്റർ. അപ്പോൾ pH is equal to നമുക്ക് എങ്ങനെ കിട്ടും, -1 log 10 അല്ലേ. ദറ്റ് ഈസ് ഈക്വൽ ടു -1 × 1 ദറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യനാണ്, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.002 മോളാർ H2SO4. അപ്പോൾ 0.002 മോളാറാണ് അല്ലേ. അപ്പോൾ ഇതിനെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, 0.004 മോളാർ. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം, 4 × 10⁻³ എഴുതി കൂടെ. 0.004 അതിനെങ്ങനെ എഴുതാം, 4 × 0.001 അല്ലേ. 0.001 ആണ് എന്ത് 10⁻³ അപ്പോൾ 4 × 10⁻³ മോൾസ് പെർ ലിറ്റർ. അപ്പോൾ ഇനി pH is equal to ഇത് എങ്ങനെ എഴുതാം, -log 4 × 10⁻³. ഇത് ഏത് ഫോമാ, log A × B അല്ലേ. log AB is equal to log A plus log B. അപ്പോൾ മൈനസിനെ പുറത്തെഴുതി. ഇനി log 4ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, അത് കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും, സയൻറ്റിഫിക് കാൽക്കുലേറ്ററിൽ അല്ലേ. 0.602 പ്ലസ് log 10⁻³ എങ്ങനെ എഴുതാം, -3 log 10. അപ്പോൾ -0.602 -3 അല്ലേ. അപ്പോൾ 3 -0.603 is equal to 2.39 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ pH ഓഫ് 0.01 മോളാർ NaOH. ഇവിടെ ആലോചിക്കണം എന്താണ് pH ഓഫ് 0.01 മോളാർ NaOH. അതെന്താണ്,
ഇവിടെ എച്ച് പ്ലസ് ഉണ്ടോ? ഇല്ല, ഒ എച്ച് മൈനസാണ്. അപ്പോൾ ആദ്യം എന്ത് കണ്ടുപിടിക്കുക? പി ഒ എച്ച് കാണും. ഇതേപോലെ തന്നെ പി ഒ എച്ച് ഈക്വൽ ടു മൈനസ് ലോഗ് ഒ എച്ച് മൈനസ്. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ലോഗ് 10⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്ന് കിട്ടും. അപ്പോൾ പി ഒ എച്ച് ആണ് 2. ഇനി നമ്മൾ നേരത്തെ പഠിച്ചു എന്താണ് റിലേഷൻ ബിറ്റ്വീൻ പി എച്ച് ആൻഡ് പി ഒ എച്ച് അല്ലേ? പി എച്ച് പ്ലസ് പി ഒ എച്ച് ഇസ് ഈക്വൽ ടു 14. അപ്പോൾ പി എച്ച് ഇസ് ഈക്വൽ ടു 14 മൈനസ് പി ഒ എച്ച്. ദാറ്റ് ഈസ് ഈക്വൽ ടു 14 മൈനസ് 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഇനി നമ്മളടുത്ത് ചെയ്തിട്ടുള്ളത് പ്രോബ്ലം മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുള്ള പ്രോബ്ലമാണ്. കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് KOH സൊല്യൂഷൻ പ്രിപ്പയർഡ് ബൈ ഡിസോൾവിങ് 2.88 gram ഓഫ് KOH ഇൻ 500 ml ഓഫ് വാട്ടർ. പൊട്ടാസ്യത്തിൻ്റെ അറ്റോമിക് വെയിറ്റ് തന്നിട്ടുണ്ട് 39. മൊളാരിറ്റി കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു. എന്താണ്? MS ഈക്വൽ ടു W ഇൻറ്റു 1000 ബൈ M ഇൻറ്റു V അല്ലേ? അതിൽ W 2.88 gram ആണ്. ഇനി V 500 ml ആണ്. മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്കുലാർ മാസ് 13 KOH ആണ് അല്ലേ? അപ്പോൾ അങ്ങനെ കണ്ടുപിടിക്കും. പൊട്ടാസ്യത്തിൻ്റെ 39 തന്നിട്ടുണ്ട്, പ്ലസ് ഓക്സിജൻ 16 പ്ലസ് ഹൈഡ്രജൻ 1 56 എന്ന് കിട്ടും. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ MS ഈക്വൽ ടു 2.88 ഇൻറ്റു 1000 ബൈ 56 ഇൻറ്റു 500 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.103 മോളാർ എന്ന് ആൻസർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ഇക്വലൻ്റ് വെയ്റ്റ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഇക്വലൻ്റ് വെയ്റ്റ് കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. AH2SO4, B CaOH2I, CHCl. ഇതിൽ BH2SO4ഉം CaOH2Iസും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. അടുത്ത HClഉം CaOH2Iസും വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു. അങ്ങനെയാണിത് ഒന്നിച്ചെടുത്ത് എഴുതിയത്. അതിൽ അറ്റോമിക് വെയ്റ്റ് തന്നിട്ടുണ്ട്. ഹൈഡ്രജൻ 1, ക്ലോറിൻ 35.5, കാൽഷ്യം 40, ഓക്സിജൻ 16, സൾഫർ 32. ഇനി ഇക്വലൻ്റ് വെയ്റ്റ് ഓഫ് ആസിഡ് എങ്ങനെയാണ്? ആസിഡിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് കാണാം. മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ആസിഡ് ബൈ ബേസിസിറ്റി. അതുപോലെ തന്നെ ഒരു ബേസിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് ആണെങ്കിൽ ഇക്വലൻ്റ് വെയ്റ്റ് ഓഫ് ഈക്വൽ ടു മോളിക്കുലാർ വെയ്റ്റ് ഓഫ് ബേസ് ബൈ അസിഡിറ്റി. ഇനി സൾഫ്യൂരിക് ആസിഡിൻ്റെ ഇക്വലൻ്റ് വെയ്റ്റ് കണ്ടുപിടിക്കുക. ആദ്യം സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ വെയ്റ്റ് കണ്ടുപിടിക്കണം അല്ലേ? മോളിക്കുലാർ വെയ്റ്റ് ഈസ് ദ സം ഓഫ് അറ്റോമിക് മാസസ്. അപ്പം ഹൈഡ്രജൻ്റെത് 1 ആണ്. അപ്പോൾ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2. 2 ഇൻറ്റു 1 പ്ലസ് സൾഫർ 32 പ്ലസ് ഓക്സിജൻ 16 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 4 എണ്ണം അല്ലേ? 16 ഇൻറ്റു 4 ദറ്റ് ഈസ് ഈക്വൽ ടു 2 പ്ലസ് 32 പ്ലസ് 64 എന്ത് കിട്ടും? 98 എന്ന് മോളിക്കുലാർ മാസ് കിട്ടും. ഇനി അപ്പോൾ ബേസിസിറ്റി സൾഫ്യൂരിക് ആസിഡിൻ്റെ ബേസിറ്റി എത്രയാണ്? 2 ആണ്. അപ്പോൾ ഇക്വലൻ്റ് മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ഈക്വൽ ടു മോളിക്കുലാർ മാസ് ഓഫ് സൾഫ്യൂരിക് ആസിഡ് ബൈ 2 ദറ്റ് ഈസ് 98/2 ഈസ് ഈക്വൽ ടു 49. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഇതേപോലെ തന്നെ ചെയ്തൂടെ? കാൽഷ്യത്തിൻ്റെത് 40 പ്ലസ് ഓക്സിജൻ 16 ഇൻറ്റു എത്ര ഓക്സിജൻ ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഹൈഡ്രജനും 2 എണ്ണം ഉണ്ട്. ഹൈഡ്രജൻ്റെത് 1 ഇൻറ്റു 2. അപ്പോൾ 40 പ്ലസ് 32 പ്ലസ് 2 74 എന്ന് കിട്ടും. ഇനി ഇക്വലൻ്റ് മാസ് കാണാൻ എന്ത് ചെയ്താൽ മതി? ബേസിസ് അസിഡിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ? OH2Is അപ്പോൾ 2 OH ഉണ്ട്. അപ്പോൾ ഡിവൈഡഡ് ബൈ 2 37 എന്ന് കിട്ടും. അതേപോലെ തന്നെ HClൻ്റെ മോളിക്കുലാർ വെയ്റ്റ് 1 പ്ലസ് 35.5. ക്ലോറിൻ്റെ അറ്റോമിക് വെയ്റ്റ് എത്രയാണ്? 35.5 ആണ്. 36.5 എന്ന് കിട്ടും. ഇനി ഇക്വലൻ്റ് വെയ്റ്റ് 36.5 ബൈ അതിൻ്റെ അസിഡിറ്റി എത്ര? ബേസിസിറ്റി HClൻ്റെ ബേസിസിറ്റി 1 ആണ്. ഒരു ഹൈഡ്രജൻ ആറ്റം അതിലുള്ളത് അല്ലേ? ദറ്റ് ഈസ് ഈക്വൽ ടു 36.5 എന്ന് കിട്ടും. അപ്പോൾ ഇത് പിന്നെ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറാണ്. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനാണ് ഇതിൽ എടുത്തെഴുതിയ ക്വസ്റ്റ്യൻസൊക്കെ. ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൂടുതലായിട്ടും ചോദിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് നോക്കുക.